ഹെൻറി നൗമൻ തൻ്റെ വൂണ്ടഡ് ഹീലർ എന്ന പുസ്തകത്തിൽ സ്വയരക്ഷയ്ക്കായി പട്ടാളക്കാരിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു ബാലൻ്റെ കഥ പറയുന്നുണ്ട്. അവൻ ഓടിക്കയറുന്നത് മറ്റൊരു ഗ്രാമത്തിലാണ്. ഗ്രാമത്തിലുള്ളവർ അവനോട് സഹതാപം തോന്നി അവന് അഭയം നൽകുന്നു. എന്നാൽ പിന്നാലെ എത്തിയ പട്ടാളക്കാർ ഈ ബാലൻ ആ ഗ്രാമത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി ഗ്രാമത്തിലുള്ളവരെ വിളിച്ചു പറയുന്നു, ഒന്നുകിൽ ബാലനെ വിട്ടുതരിക, അല്ലെങ്കിൽ നിങ്ങളെ മുഴുവൻ ഞങ്ങൾ നശിപ്പിക്കും. ഗ്രാമത്തിലുള്ളവർ പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഗ്രാമത്തലവൻ്റെ അടുത്ത് അവർ അന്വേഷിച്ചു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ഗ്രാമത്തലവൻ കുറച്ച് സമയം ആവശ്യപ്പെട്ടു. അതിനുശേഷം തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിച്ചു. പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് ഉത്തരം ലഭിച്ചില്ല. അവസാനം അദ്ദേഹം വചനമെടുത്ത് വായിക്കുകയാണ്. ഒരു ജനക്കൂട്ടത്തിന് വേണ്ടി ഒരുവൻ മരിക്കുന്നത് ഉത്തമമാണ് എന്നൊരു വചനമാണ് അദ്ദേഹത്തിന് ലഭിക്കുക. ഉത്തരം കിട്ടിയ സന്തോഷത്തിൽ ഈ ഗ്രാമത്തലവൻ പുറത്ത് വന്ന് അവരോട് പറയുന്നു, കുട്ടിയെ പട്ടാളക്കാർക്ക് വിട്ടുകൊടുക്കുക. പട്ടാളക്കാർ ഈ കുട്ടിയെ നിലത്തൂടെ വലിച്ച് ഇഴച്ചുകൊണ്ട് പോകുമ്പോൾ ഈ കുട്ടിയുടെ നനഞ്ഞ കണ്ണുകളിലെ ആ പ്രകാശം ഈ ഗ്രാമത്തലവൻ്റെ കണ്ണുകളിൽ എത്തുകയാണ്. അത് അദ്ദേഹത്തെ ഒത്തിരിയേറെ അസ്വസ്ഥനാക്കി. തുടർന്നുള്ള ആ രാത്രിയിൽ ഉറങ്ങുവാനായിട്ട് ഗ്രാമത്തലവന് സാധിച്ചില്ല. അദ്ദേഹം വീണ്ടും തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ചു. ഇപ്രകാരം ഒരു സ്വരം അദ്ദേഹത്തിന് ലഭിച്ചു, നീ വചനമെടുത്ത് വായിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നെങ്കിൽ നനഞ്ഞ ആ കുട്ടിയുടെ കണ്ണുകളിലെ പ്രകാശം നിനക്ക് കാണുവാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ ഇപ്രകാരം ഒരു തെറ്റ് നിൻ്റെ ജീവിതത്തിൽ നീ വരുത്തുകയില്ലായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മളും ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ഒത്തിരിയേറെ ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്നവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ?